இசைக்கலைஞன் என் ஆசைகளாயிரம் நினைத்தது பழுத்தது. லா 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 லா. காலம் கனிந்தது, கதவுகள் திறந்தது, ஞானம் விளந்தது, நல்லிசை பிறந்தது. புது ராகம் படிப்பதாலே நானும் இறைவனே. புது ராகம் படிப்பதாலே நானும் இறைவனே. விரலிலும் குரலிலும் ஸ்வரங்களின் நாட்டியம் அமைப்பேன் நான். மடை திறந்து தாவும் நதியலை நான், மனம் திறந்து கூவும் சிறு கோயில் நான். இசைக்கலைஞன் என் ஆசைகளாயிரம் நினைத்தது பழுத்தது. நேற்றின் அரங்கிலே நிழல்களின் நாடகம், நின்றின் எதிரிலே நிஜங்களின் தரிசனம். வருங்காலம் வசந்த காலம் நாளும் மங்களம். வருங்காலம் வசந்த காலம் நாளும் மங்களம். இசைக்கென இசைக்கின்ற ரசிகர்கள் ராஜ்யம் எனக்கேதான். மடை திறந்து தாவும் நதியலை நான், மனம் திறந்து கூவும் சிறு குயில் நான். இசைக்கலைஞன் என் ஆசைகளாயிரம் நினைத்தது பழுத்தது. லா 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 லா. மடை திறந்து தாவும் நதியலை நான், மனம் திறந்து கூவும் എന്തോ സൂപ്പർ 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 പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. ഡാൻസ് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ദിയ ഓൾറെഡി നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് വേറൊരു സ്റ്റൈൽ ഓഫ് ഡാൻസ് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സ്ഥലം മൊത്തം യൂസ് ചെയ്ത് കളിച്ചു. നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് കളിച്ചു. താങ്ക് യു. ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് പാടി അല്ലേ? ആണോ? ടെൻഷൻ ഇല്ലായിരുന്നു. ഇന്ന് ടെൻഷൻ ഇല്ലായിരുന്നു അല്ലേ? ഇനി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു ചോദിക്കാം. ചേച്ചി, ഞാൻ സത്യത്തില് ഇതാരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്നൊന്ന് അറിഞ്ഞാ കൊള്ളാം. ആരുടെയാ? ആണോ? ഞാൻ കൊറേ കഷ്ടപ്പെട്ടു, എനിക്ക് കരച്ചിൽ വരുന്നു. ഓ അതാണോ ചേച്ചി? കാരണം ഇങ്ങനെയാണ് സാധാരണ നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷ്. ഇങ്ങനെ എഴുതുന്നത്, ഇത് ഇങ്ങനെയാ പോയിരിക്കുന്നത്. അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വൃത്തിയിട്ടല്ല അത്. ആ പക്ഷെ ഞങ്ങക്ക് കണ്ണു കാണുന്നില്ല. ഇതിനേക്കാളും പോക്കായിരിക്കും. ഓഹോ, ഇത് ബുദ്ധിമതി. ഈ എന്തെങ്കിലും ഒരു സംഭവം പാടിയിട്ടേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പെട്ടെന്ന്. ഞാൻ ഇതിന്ന് തപ്പി തപ്പി എനിക്ക് കിട്ടിയില്ല. അപ്പത്തേക്ക് അടുത്ത വരി പോയി. മോളു നല്ലൊരു പൂച്ചക്കുട്ടിയെ പോലെയുണ്ട്. ആ ബോ ഒക്കെ വെച്ച്
ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ. താങ്ക് യു പിന്നെ സ്റ്റെപ്സ് അടിപൊളി. താങ്ക് യു. നിങ്ങൾ ഈ പാട്ടിനെ പോലെ തന്നെ ഇത്രയും ബൈഹാർട്ടായിട്ട് പഠിക്കണ്ടേ ഈ സ്റ്റെപ്സ് ഒക്കെ? അതാ എത്ര സമയം കിട്ടും പഠിക്കാൻ? ഇവിടെ വന്നിട്ടാണോ പഠിക്കുന്നത്? ആ ഇവിടെ വന്നിട്ടാ പഠിക്കണം. കുറച്ച് സമയത്തില് ഗ്യാപ്പിൽ പോയിട്ട് ഡാൻസ് പഠിക്കും. ഗ്യാപ്പില്. പക്ഷെ എന്നാലും ഓർത്ത് ഡാൻസ് കളിക്കണ്ടേ? ഈ വരിയും തെറ്റരുത്. സൂപ്പർ മോളെ. താങ്ക് യു മാം. അതുപോലെ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് ആയിട്ട് നല്ല വെൽവെറ്റ് റെഡ്. ഇത് ആരാ സെലക്ഷൻ? അമ്മയാണ് സെലക്ട് ചെയ്തത്. അമ്മയ്ക്കൊരു ഉമ്മ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ. മോളെ നന്നായി ഒരുക്കിയിട്ടുണ്ട്. പാട്ടിലും ആ സ്റ്റെപ്സും എല്ലാം കൊണ്ട് മനോഹരമാക്കി പാട്ട്. എനിക്കിതില് മോള് പാടുമ്പോൾ കുറച്ചൊരു കാറ്റ് കൂടുതൽ വന്നിട്ട് വോയിസിനൊരു ത്രോ കുറവായ പോലെ തോന്നി. കുറച്ചുകൂടി ഒരു ത്രോ കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ ഒരു വോളിയൂം, ഒരു പ്രസൻസ് കൊടുക്കാം ശബ്ദത്തിന്. അല്ലാതെ അപ്പം ചില വാക്കുകളൊക്കെ നമുക്ക് ഇങ്ങനെ കേട്ട് പോവാണ്, അത് ക്ലിയർ ആവുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് എൻ്റെ. പിന്നെ ഈ ഒരു ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ പാടുമ്പോൾ അത് വല്ലാണ്ട് തൊണ്ടയെ ബാധിക്കും. അപ്പൊ ശ്രുതി പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല ശ്വാസം. അപ്പം അങ്ങനത്തെ ഡാൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് പോസിറ്റീവ്സ്, അതിൻ്റെ കൂടെ തന്നെ ഡ്രോബാക്സും ഉണ്ട്. പിന്നെ വളരെ റെയർ ആയ ഒരു സോങ് സെലക്ഷൻ. കാരണം ഈ സോങ്സ് ഒന്നും ഞാൻ ആരും വേദിയിൽ പാടി കേട്ടിട്ടില്ല. അപ്പം രാജാ സാറിൻ്റെ ഇങ്ങനത്തെ പാട്ടുകൾ കൊണ്ടുവരുന്നതിൽ മോക്ക് വലിയൊരു താങ്ക് യു. ആരാണ് സെലക്ട് ചെയ്തത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ആരായാലും മനോഹരമായ സെലക്ഷൻ. താങ്ക് യു. പിന്നെ മോള് സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഇതുപോലെ തന്നെ നന്നായി പാടുക. ഓക്കെ, ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മുതൽ അങ്ങോട്ട് പാടുമ്പോൾ കുറച്ചുകൂടി ഒരു വോയിസ് ത്രോ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് അടഞ്ഞു പോയ പോലെ ഒരു ത്രൂ ഔട്ട് ദി സോങ് കുറച്ചൊരു അടഞ്ഞ ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ അല്ല, അടുത്ത വർഷം നമ്മൾ പൊളിക്കും. ദിയ മാറിട്ടോ അങ്ങോട്ടൊക്കെ പറയുന്നു. അടുത്ത തവണ നന്നായിട്ട്. അതാണ് കോൺഫിഡൻസ്. സൂപ്പർ മോളെ. താങ്ക് യു. അത് വേണം മോളെ. ഓക്കെ ശരത് സർ. മീ ഓഫ് കോഴ്സ്. ഓക്കെ മക്കളെ, എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഉഗ്രം പാട്ടടാ. ഞാൻ ഇങ്ങനെ ഇതിന്റെ ഒരു ഇതിന്റെ ഇടയിൽ കൂടെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. വട്ടായിപ്പോ കേട്ടാൽ ആ സ്ട്രിങ് സാധന സെറ്റപ്പ് ഒക്കെ അത് രാജാ സാറിനെ പറ്റത്തുള്ളൂ. എനിക്കിത് മോടെ ഇത് കമന്റ് കേട്ട് എനിക്ക് ആ സ്ട്രിങ് സെക്ഷൻ ഒന്നുകൂടെ കേൾക്കണം. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചത് ദൈവമേ. മക്കളെ കുഞ്ഞെ നന്നായിട്ട് പാടിയതാ. താങ്ക് യു. അത് കുറച്ചിപ്പം മഞ്ചേരി പറഞ്ഞ കുറച്ചും കൂടെ ആ ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. മടൈ തിറந்து താരിന നി 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 തരരരര ധീരി നി 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 ഇസൈക്കലഞ്ഞൻ എന്താര ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട്. മടൈ തിറந்து താവും നദിയലൈ നാൻ തരരരി ധീരി നി 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 എന്ന് പാടണ്ട. അങ്ങനെയാണെങ്കിൽ തവന മതിച്ചു കെട്ടക്ക് ജിങ്ക് ജിങ് കെട്ടക്ക് ജിങ്ക് പോരെ അല്ല പോതുമാ, അതും ഇതും കൂടെ ചേർന്ന് പോയി. ഇറ്റ്സ് ഓക്കെ മക്കളെ. എനിക്ക് ആ അനുപല്ലവി ഒന്ന് പാടാമോ? കാലം കനിന്തത് കദവുകൾ തിറന്തത്. മോളെ, കാലം കനിന്തത് കദവുകൾ തിറന്തത്. അത് മതി. കാലം കനിന്തത് കദവുകൾ കദവുകൾ തിറന്തത്. കദവുകൾ തിറന്തത്. അതെന്തിനാന്ന് ചോദിച്ചത്? കദവുകൾ തിറന്തത്. കദവുകൾ തിറന്ത. മോളെ അങ്ങ് തല ചരിക്കണ്ട മോളെ, നേരെ വെച്ചോ മോളെ. ഒരു ഐഡിയ പറഞ്ഞ കദവുകൾ അവിടത്ത് പിടിക്ക്. തിറന്തത്. ആ ഓക്കെ ഓക്കെ. അടുത്തത് ഞാനും വിളന്തത് നല്ലിസൈ. നല്ലിസൈ. അങ്ങനെ അതിന്റെ ആവശ്യമില്ല മോളെ, അത് ഡിമാൻഡ് ചെയ്യുന്നില്ല ഈ ട്യൂൺ. നല്ലിസൈ തിന്നണ്ടന അത്രേ ഉള്ളൂ. നല്ലിസൈ. ആ ഓക്കെ ഓക്കെ, അത് ശരിയായിക്കോളണം. അടുത്തത് പുതുരാഗം പഠിപ്പതാലേ. ആ പുതുരാഗം പടൈപ്പതാലേ നീനാദാരിനേ. പുതുരാഗം പടപ്പതാലേ നാനും ഇറൈവനെ. പുതുരാഗം പടൈപ്പതാലേ നാനും ഇറൈവനെ. പുതിയൊരു രാഗം ഉണ്ടാക്കുന്നുണ്ട് ഞാനും ദൈവമാണെന്ന്. അതാണ്. പഠിക്കോ.
വിരലിലും കുരലിലും സ്വരങ്ങളിൻ നാട്യം. സുരങ്ങളിൻ സ്വരമല്ല മോളെ, സുരങ്ങളിൻ 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 നാട്യം. ഇതൊരു ക്രാഫ്റ്റാടാ. എന്തോ ചെയ്യാനാ സാറിന്. അവിടെ പോയിട്ട് പോയി കാണണം. അസാധ്യം. എന്തൊരു വർക്കാണ്. അതിൻ്റെ കൂടെ ആ കോറസ് വരുന്ന വണ്ടർഫുൾ ഉഗ്രം കമ്പോസ്. അത് രാജാ സാറിനെ പറ്റത്തുള്ളൂ. ഇത് ഏത് കാലത്തുള്ളതാ സമ്മതിക്കണം. നമുക്ക് അതൊന്ന് കേട്ടാലോ? അനുപല്ലവിക്ക് മുമ്പുള്ള സ്ട്രിങ്സും ചരണത്തിന് മുമ്പുള്ള സ്ട്രിങ്സും. ആഹാ. ആഹാ, വണ്ടർഫുൾ. അതുപോലെ അടുത്തത് കൂടെ ഒന്ന് കേൾക്കണം. ആഹാ. ആഹാ. വാ. ആഹാ. ആഹാ. താങ്ക് യു. വണ്ടർഫുൾ ഓർക്കസ്ട്ര. സൂപ്പർ. ആഹാ. ഒന്നും പറയാനല്ലോ മക്കളെ. ഈ പാട്ട് ഭയങ്കര അടിപൊളി പാട്ടായിട്ട് വെസ്റ്റേൺ എലമെന്റ് ഒക്കെ ചേർത്തുണ്ടാക്കുന്ന, പക്ഷെ അതിൽ ബിതോവനും ബാക്കൊക്കെ കയറി വരുന്നതാണ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്. അത് അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രാജാ സാറാണ് അങ്ങനത്തെ ഒരു ഓർക്കസ്ട്രേഷൻ. സോ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. ഗ്രാമ പാട്ടുകളിലെ അദ്ദേഹം ചെയ്ത കൂടുതലും തുടക്ക പാട്ടുകളിലൊക്കെ, ഇപ്പോൾ സിന്ദൂര പൂവ ആണെങ്കിലൊക്കെ ഗ്രാമത്തിൽ നിങ്ങൾ കേട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതിലൊക്കെ ഈ ഒരു സ്ട്രിങ് അറേഞ്ച്മെന്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ബാക്കും മൊസാർട്ടൊക്കെ കൂടെ വരുന്ന പോലെ അസാധ്യം. അങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്ന രാജാ സാറാണ് ആദ്യമായിട്ട് ഈ ഗ്രാമപ്പാട്ടുകൾ പോലും ആ വെസ്റ്റേണിൻ്റെ, എന്നാൽ ആ പാട്ട് നശിപ്പിക്കാതെ ചെന്തൂരപ്പൂ അതല്ല, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു ഐറ്റം. അത് കേൾക്കണം നിങ്ങൾ കേട്ടോ. താങ്ക് യു മോളെ. ദിയ മോൾ നന്നായിട്ട് പാടിട്ടോ. നല്ല ഈ പാട്ട് പാടുന്നതിനേക്കാൾ പെർഫോമൻസ്, ഇലക്ട്രിഫൈങ് പെർഫോമൻസ്, എന്ത് ഗോൾഡ് പെർഫോമൻസ് ആണ്. KSB-കാർ ഇങ്ങോട്ട് കാശ് കൊടുക്കും. മനസ്സിലായി. കറണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ തിരിച്ചു തരും. ഇപ്പൊ ഒരുപാട് അങ്ങനെ വരുന്നില്ലേ, സോളാർ ഇതൊക്കെ വെച്ചിട്ട്. അതേപോലെ ഭയങ്കര പവർ പാക്ഡ് ആയിരുന്നു മോളുടെ പെർഫോമൻസ്. എനർജി സൂപ്പർ. ആ എനർജി നമ്മളുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നതിന്റെ ഒരു എന്താ പറയാ, പാർശ്വഫലമായിട്ടാണ് വോയിസിൽ കുറച്ച് അപശ്രുതികളും കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടു. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എങ്കിലും നല്ല ഒരു എന്താ പറയുക, ഇത്തരം പാട്ടിന് ഇങ്ങനെയൊക്കെ പാടാലോ. ഒരു എന്താ പറയുക, ഒരു അടിച്ചു പൊളിച്ച് പാടുന്ന പാട്ടിന്റെ രൂപമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കൂടെ കറക്റ്റ് ചെയ്തു. അതിലത്തെ ചില ആവശ്യമില്ലാത്ത നമ്മള് വടി പോലെ സ്ട്രെയിറ്റ് ആയിട്ട് പാടേണ്ടതൊക്കെ സംഗതികളൊക്കെ ആവശ്യമില്ലാതെ വന്നു ആഡ് ചെയ്ത്. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഇതൊരു പെർഫോമൻസ് സോങ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരത് സർ, ഞാൻ മോക്കൊരു 8.6 മാർക്സ് തരാം. ചേച്ചി
ദിയ കുട്ടി എന്തോ 8.6. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ബച്ചൻ സർ. ഓക്കെ, മടക്കി നന്നായി മടക്കിയിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, സോ ടോട്ടൽ 17.2. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.